ഗുഡ് മോർണിംഗ്, ശുഭദിനം നേരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന്നൊരു ചൂട പറ്റിച്ചത് എങ്ങനെയെന്ന് നോക്കാം. അത് പെട്ടെന്ന് ഈസി മെത്തേഡിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാതെ കാര്യത്തിലേക്ക് പോകും. ഞാൻ കണ്ട കുറച്ച് ചൂട വെട്ടിക്കഴുകി വൃത്തിയാക്കി അത് മുള്ള് കളഞ്ഞെടുത്തിരിക്കുവാണ്. ചില സ്ഥലങ്ങളിൽ ചൂടാന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കൊഴുവ, നെത്തോലി അങ്ങനെ പറയും. ഇത് ഞാൻ പച്ചമാങ്ങ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു കുഞ്ഞി തക്കാളി, 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ, പിന്നെ തേങ്ങയിൽ ഞാൻ ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പാചകം നോക്കാം. പുറത്തേക്ക് വെച്ചു. അതിലേക്ക് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതെല്ലാം ഇങ്ങനെ പച്ചക്കന്നെ ഇട്ടാൽ മതി കേട്ടോ. ഒന്നും നമ്മൾ താളിക്കുന്നൊന്നുമില്ല. പിന്നെ അതിനകത്തേക്ക് കൊഴുവ അല്ലെങ്കിൽ ചൂട വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് നമുക്കതിനകത്തേക്കിടാം. പിന്നെ പച്ചമാങ്ങ കുനുക്കുന അരിഞ്ഞത്, തക്കാളി, ഉലുവ, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ രുചിയുടെ രാജാവ്. അപ്പം അതിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതെല്ലാം വേകാനായിട്ട് ഇത്തിരി, അപ്പോൾ ഇതെല്ലാം കൂടി സാധാരണ ഞാനിത് കൈകൊണ്ടാണ് കൂട്ടി യോജിപ്പിക്കുന്ന. നമ്മുടെയൊക്കെ അമ്മൂമ്മമാരും അച്ഛമ്മമാരും ഒക്കെ കൈകൊണ്ടാണ് അരപ്പിങ്ങനെ കൂട്ടി യോജിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണ്. അതിങ്ങനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേകാൻ ആവശ്യത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ചിലവരിത് പുളിയിട്ട് വെക്കും, കറിയിലിടുന്ന കുടംപുളിയിട്ട് വെക്കും. പക്ഷെ മാങ്ങ ഇട്ട് വെച്ചാൽ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വരും. ഇങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ പീര നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനധികം വേഗില്ലല്ലോ, പെട്ടെന്ന് വേഗം. ചെറിയൊരു മീനാണ്, പിന്നെ മുള്ളില്ല. അപ്പം ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി കഴിഞ്ഞ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ചൂട് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയും.